നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആരോഗ്യവകുപ്പിൽ പഞ്ചാംഗ് സമ്പ്രദായം നടപ്പിലാക്കണമെന്ന ആവശ്യം. കേരള ഹെൽത്ത് സർവീസസ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ സമ്മേളനത്തിന് സമാപനം. നരേന്ദ്രമോദി സർക്കാരിന്റെ 1ാം വാർഷികാഘോഷത്തിന് തുടക്കമായി. ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ആഘോഷ പരിപാടികൾ നടന്നു. തപസ്യ സംസ്ഥാന ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് സമാപനം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മികച്ച ചിത്രം. TKK സ്മാരക പുരസ്കാരം H. ശ്രീധര കമ്മത്തിന്. പുരസ്കാര സമർപ്പണം മന്ത്രി അടൂർ പ്രകാശ് നിർവഹിക്കും. സുഗതകുമാരിക്കെതിരെ വിമർശന ശരവുമായി മാധ്യമപ്രവർത്തകൻ N. മാധവൻകുട്ടി. എഴുത്തുകാർ മതതീവ്രവാദങ്ങൾക്ക് അതീതമായിരിക്കണമെന്നും സുഗതകുമാരി ഹിന്ദു സമ്മേളനത്തിൽ പങ്കെടുത്തത് മലയാളത്തിന് അപമാനമെന്നും മാധവൻകുട്ടി. അരയിക്കടവത്തെ വൃദ്ധ ദമ്പതികൾക്ക് ഇരുട്ടിൽ നിന്നും മോചനം. സഹായഹസ്തമേകിയത് വോയിസ് ഓഫ് തോയമ്മലിന്റെ പ്രവർത്തകർ. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ പഠന സഹായം. വാർത്തകൾ വിശദമായി. ആരോഗ്യവകുപ്പിൽ പഞ്ചിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തണമെന്ന ആവശ്യം. കേരള ഹെൽത്ത് സർവീസസ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ സമ്മേളനം സമാപിച്ചു. ആരോഗ്യവകുപ്പിൽ പഞ്ചിംഗ് സമ്പ്രദായം ഏർപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് കേരള ഹെൽത്ത് സർവീസ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് ഫോർട്ട് വിഹാറിൽ ചേർന്ന സമ്മേളനം AP ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ BHS അതിന് ഉള്ള സംഘടനയാണ്. ഒരു ദിവസം എല്ലാവരും കൂടെ തീരുമാനിക്കുന്നു, ഞങ്ങൾ ഇതൊക്കെ നിർത്താൻ പോവാം. DM ഓഫീസ് എന്നല്ല, BHS ഓഫീസ് എന്നല്ല, എല്ലാം പൂർണ്ണമായും ബന്ധമാവും. അങ്ങനെ ഒരു അവസരം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജില്ലയിലെങ്കിലും DMO കാരണം അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ലാതെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. V. ഗണപതി ഭട്ട് അധ്യക്ഷനായി. റെജി മാത്യു, V. അനിൽകുമാർ, A. കലാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി പ്രദീപ് കുമാർ സ്വാഗതവും അനീഷ് കുമാർ നന്ദിയും പറഞ്ഞു. പ്രതിനിധി സമ്മേളനം മുഹമ്മദ് ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. റെജി മാത്യു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് സർവീസിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. നരേന്ദ്രമോദി സർക്കാരിന്റെ 1ാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. BJPയുടെയും വിവിധ ക്ലബ്ബുകളുടെയും നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. നരേന്ദ്രമോദി സർക്കാരിന്റെ 1ാം വാർഷികം BJP ജില്ലാ കമ്മിറ്റി വിവിധ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. ആഘോഷത്തോടനുബന്ധിച്ച് ജനറൽ ആശുപത്രിയിൽ BJP പ്രവർത്തകർ രക്തദാനം നടത്തി. കുമ്പള, കുമ്പടാജ, മുള്ളേരിയ എന്നിവിടങ്ങളിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച നിരവധി ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളാവുന്നതിന് ജനങ്ങളെ സഹായിക്കുന്നതിനുള്ള ക്യാമ്പുകളും നടന്നു. മംഗൽപാടിയിൽ പ്രകടനവും ഉണ്ടായിരുന്നു. കേന്ദ്ര മന്ത്രിസഭാ വാർഷികത്തിന്റെ ഭാഗമായി BJP പ്രവർത്തകർ പലയിടങ്ങളിലും മധുരപലഹാരവും വിതരണം ചെയ്തു. ക്ഷേത്രങ്ങളിൽ വേദപാഠശാലകൾ സ്ഥാപിക്കണമെന്ന് മന്ത്രി KP മോഹനൻ. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രധന സഹായം വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മറ്റു മതവിഭാഗങ്ങൾക്ക് മതത്തെക്കുറിച്ച് പഠിക്കാൻ സംവിധാനങ്ങളുണ്ട്. എന്നാൽ ഹിന്ദുക്കൾക്ക് അതില്ല. അതിനാൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വേദപാഠശാലകൾ സ്ഥാപിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ ക്ഷേത്രസന്നിധിയിലും ഒരു വേദപാഠശാല നിർബന്ധമാണ്. അങ്ങനെ നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും അതോടൊപ്പം തന്നെ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഏറ്റവും അത് കാരണം എന്താണ്, നമുക്ക് അറിഞ്ഞിരിക്കണം. ഓരോ മതവും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് ചെറുപ്പത്തിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇസ്ലാം മതവിഭാഗം വളരെ ആത്മാർത്ഥതയോടുകൂടി മദ്രസകളിലൂടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്ത്യാനികളാണെങ്കിൽ എല്ലാ ഞായറാഴ്ചയും 2-3 മണിക്കൂറും എന്താണ് അവരുടെ മതാചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് പറയുന്നത്. ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു കാര്യങ്ങൾ അത് ആവശ്യമാണ്. കാരണം മതത്തെക്കുറിച്ചുള്ളൊരു അവബോധം ഉണ്ടാവണം. മതം എന്തിനാണ്? മനുഷ്യനെ സ്നേഹിക്കാൻ, മനുഷ്യരുടെ സ്നേഹവും അതോടൊപ്പം സഹോദര്യവും കൂടുതൽ ഉണ്ടാക്കിയെടുക്കാനാണ് മതം. കണ്ണൂർ, വയനാട്, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ ക്ഷേത്രങ്ങൾക്കാണ് ധനസഹായം വിതരണം ചെയ്തത്. ചടങ്ങിൽ TV ചന്ദ്രമോഹനൻ അധ്യക്ഷത വഹിച്ചു. K. ശിവശങ്കരൻ, TV രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് M. ജനാർദ്ദനൻ, V. മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു.
തപസ്യ സംസ്ഥാന ഹ്രസ്വ ചലച്ചിത്രമേള കാഞ്ഞങ്ങാട്ട് സമാപിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മികച്ച ഹ്രസ്വ ചിത്രമായി തെരഞ്ഞെടുത്തു. തിരഞ്ഞെടുക്കപ്പെട്ട ഹ്രസ്വചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ബിജു മട്ടന്നൂരിന്റെ ദി ബോയിങ്, PP ബാബുരാജിന്റെ ദി ട്രൈറ്റർ, ഡോൺസിന്റെ ജനിത്ര, ബിന്ദു ഗോപിനാഥിന്റെ താമരനൂൽ, അജിത് വേലായുധന്റെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി, K ദർശന്റെ കണ്ണാടി, CK രാജേഷിന്റെ മണ്ണ് തുടങ്ങിയ ഹ്രസ്വചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. രാജേന്ദ്ര പുല്ലൂരിന്റെ നനഞ്ഞിറങ്ങിയ വർണ്ണങ്ങൾ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചു. അജിത് വേലായുധന്റെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി 1ാം സ്ഥാനവും ബിജു മട്ടന്നൂരിന്റെ ദി ബോയിങ് 2ാം സ്ഥാനവും നേടി. തപസ്യ സംസ്ഥാന പ്രസിഡന്റ് S രമേശൻ നായർ പുരസ്കാരം വിതരണം ചെയ്തു. 18 പുരാണങ്ങളിലും അദ്ദേഹം പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. അഷ്ടാദശ പുരാണത്താൽ വ്യാസൻ ചൊന്നത് 2 കാര്യം. എന്താണ്? പരോപകാരമേ പുണ്യം, പാപമേ പരമില്ല. ഈ 2 ചെറിയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത്രയധികം എഴുതിയത്. പക്ഷേ അതൊന്നുമില്ലാതെ ഒരുപാട് ധ്വനിപ്പിച്ചുകൊണ്ട് വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ സമൂഹത്തിൻ്റെ അതിതീക്ഷ്ണങ്ങളായ പ്രശ്നങ്ങൾ വളരെ ഉൾക്കാഴ്ചയോടെ അവതരിപ്പിച്ച പ്രതിഭയുള്ള കലാകാരന്മാർ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി സമ്മതിക്കുന്നു. ദാമോദരൻ ആർക്കിടെക്ട് അധ്യക്ഷനായി. സുകുമാരൻ പെരിയച്ചൂർ, രാജേന്ദ്രൻ പുല്ലൂർ, ബൽറാം മട്ടന്നൂർ, രാജേഷ് പുതിയകണ്ഠം, PT സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. TKK സ്മാരക പുരസ്കാരം പ്രഖ്യാപിച്ചു. H ശ്രീധരകമ്മത്ത TKK സ്മാരക പുരസ്കാരത്തിന് അർഹനായി. ഗജാനന ഗ്രൂപ്പ് കമ്പനികളുടെ മേധാവിയായ H ശ്രീധരകമ്മത്ത് തന്റെ സ്ഥാപനങ്ങളിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്കാണ് ജോലി നൽകി വരുന്നത്. അമ്പലത്തറ, പേരൂർ സദ്ഗുരു പബ്ലിക് സ്കൂൾ, ഭുവനേന്ദ്ര ട്രസ്റ്റ് പ്രസിഡന്റ്, റോട്ടറി സ്പെഷ്യൽ സ്കൂൾ, മാനേജിംഗ് കമ്മിറ്റി ട്രഷറർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു. പുരസ്കാര സമർപ്പണം ജൂൺ 4 വ്യാഴാഴ്ച രാവിലെ 10:30 മന്ത്രി അടൂർ പ്രകാശ് സമ്മാനിക്കുമെന്ന് ഫൗണ്ടേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ഈ വരുന്ന മാസം 4-ാം തീയതി കേരളത്തിലെ റവന്യൂ വകുപ്പ് മന്ത്രി ഈ അവാർഡ് കാഞ്ഞങ്ങാട് വെച്ച് വിതരണം ചെയ്യുകയാണ്. TKK അന്തരിച്ചിട്ട് ഏതാണ്ട് 9ാമത്തെ വർഷമാണ്. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ മടിക്കൈ കമ്മാരൻ, അഡ്വക്കേറ്റ് MC ജോസ്, AV രാമകൃഷ്ണൻ, T മുഹമ്മദ് അസ്ലാം, TK നാരായണൻ എന്നിവർ സംബന്ധിച്ചു. സുഗതകുമാരി ഹിന്ദു സമ്മേളനത്തിൽ സംബന്ധിച്ചത് കേരളത്തിന് അപമാനമാണെന്ന് N മാധവൻകുട്ടി പറഞ്ഞു. മടിയനിൽ ജവാൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മടിയൻ ജവാൻ ക്ലബിന്റെ സുവർണ ജൂബിലി ഉദ്ഘാടന വേളയിലാണ് എഴുത്തുകാരി സുഗതകുമാരിക്കെതിരെ മാധ്യമപ്രവർത്തകൻ N മാധവൻകുട്ടി വിമർശന ശരമെയ്തത്. വർഗീയതയ്ക്കെതിരെ ജനങ്ങൾക്കൊപ്പം നിന്ന് കവിത ചൊല്ലേണ്ടിയിരുന്ന സുഗതകുമാരി തിരുവനന്തപുരത്ത് നടന്ന ഹിന്ദു സമ്മേളനത്തിൽ സംബന്ധിച്ച് സംസാരിച്ചത് കേരളത്തിന് അപമാനമാണെന്ന് മാധവൻകുട്ടി പറഞ്ഞു. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ അപ്രതീക്ഷിതമായ 3 പേരുകൾ പ്രത്യക്ഷപ്പെട്ടു. ഞെട്ടിപ്പോയിരിക്കും. ഒന്ന്, കേരളത്തിലെ പ്രിയ കവയത്രി സുഗതകുമാരി. എങ്ങനെയുണ്ട്? കാലം മാറിയതിന്റെ ലക്ഷണം. മരത്തിനെയും കാടിനെയും നദിയെയും സ്നേഹിച്ച് വിലപിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണൂരിലെ രക്തം വീഴുമ്പോൾ, ടി പി മരിക്കുമ്പോൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹിംസയെക്കുറിച്ച് ഇത്ര വ്യാകുലപ്പെട്ടിട്ടുള്ള കണ്ണീരൊഴുക്കിയിട്ടുള്ള സുഗതകുമാരി ടീച്ചർ RSSന്റെ ഹിന്ദു മഹാസമ്മേളനത്തിലെ പുത്തരിക്കണ്ട മൈതാനത്തിലെ മുഖ്യ ചലച്ചിത്ര നടി ഊർമിള ഉണ്ണി മുഖ്യാതിഥിയായിരുന്നു. M പോക്ലൻ, BV രമേശൻ, ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. P ഗംഗാധരൻ അധ്യക്ഷനായിരുന്നു. B ഗംഗാധരൻ സ്വാഗതവും M നാരായണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ക്ലബിലെ കലാകാരന്മാരുടെ നൃത്തനൃത്യങ്ങളും അരങ്ങേറി. നഗരസഭാ സഹായത്താൽ നിർമ്മിച്ച വീടിന് ഇരുട്ടിൽ നിന്നും മോചനം. കാഞ്ഞങ്ങാട് അരയിക്കടവത്തെ വൃദ്ധ ദമ്പതികളായ കുഞ്ഞിരാമനും കുഞ്ഞമ്മയ്ക്കും വോയിസ് ഓഫ് തോയമ്മൽ പ്രവർത്തകരുടെ സഹായഹസ്തം. അരയിക്കടവത്തെ കുഞ്ഞിരാമനും കുഞ്ഞമ്മയ്ക്കും ജീവിത സായാഹ്നത്തിൽ തുണയായി മാതൃകയാവുകയാണ് വോയിസ് ഓഫ് തോയമ്മലിലെ പ്രവർത്തകർ. ദാരിദ്ര്യത്തിനൊപ്പം വാർദ്ധക്യവും തളർത്തിയപ്പോൾ നഗരസഭയുടെ കാരുണ്യത്താൽ അടച്ചുറപ്പുള്ള വീട് ഈ വൃദ്ധ ദമ്പതികൾക്ക് ലഭിച്ചു. എന്നാൽ വൈദ്യുതിയും ശൗചാലയവും വീട്ടു നമ്പർ പോലുമില്ലാതെ 4 ചുമരുകൾക്കിടയിൽ ഇരുട്ടിനോട് കൂട്ടുകൂടിയാണ് ഇവർ ജീവിച്ചു പോകുന്നത്.
ഇവരുടെ ദുരിത ജീവിതം കേട്ടറിഞ്ഞ തെരുവത്ത് UP സ്കൂളിലെ പ്രധാനാധ്യാപകൻ രാഘവനും PTA പ്രസിഡന്റ് സന്തോഷുമാണ് വോയിസ് ഓഫ് തോയമൽ പ്രവർത്തകരെ സമീപിച്ചത്. അങ്ങനെ ഇവരുടെ വീട്ടിലേക്ക് വെളിച്ചമെത്തിക്കുന്നതിനുള്ള പ്രവൃത്തികൾ വോയിസ് ഓഫ് തോയമലിന്റെ നേതൃത്വത്തിൽ പുരോഗമിച്ചു വരികയാണ്. വാർദ്ധക്യത്തിന്റെ അവശത അനുഭവിക്കുന്ന ഈ വൃദ്ധദമ്പതികൾക്ക് ഒരു കൈ സഹായമാകാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് വോയിസ് ഓഫ് തോയമൽ പ്രവർത്തകർ പറയുന്നു. UP സ്കൂളിലെ PTA പ്രസിഡന്റ് വോയിസ് ഓഫ് തോയമൽ സാംസ്കാരിക വേദിയുടെ പ്രവർത്തനമായ സന്തോഷ് അറിയിച്ചതിനെ തുടർന്നാണ് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിക്കകത്ത് അരീക്കട ഭാഗത്തുള്ള ഈ വീട്ടിൽ ഇതൊരു വൈദ്യുതി എത്താത്ത നിലയിലുണ്ട്. അമ്മയും അച്ഛനും ഒരു മകൾ മാത്രമായ കുടുംബത്തിൽ വീട്ടു നമ്പർ പോലും ആകാതെ വൈദ്യുതി എത്താതെ കഷ്ടപ്പാടുകൊണ്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദുരിതം ഓർത്തുകൊണ്ട് വോയിസ് ഓഫ് സാംസ്കാരിക പ്രവർത്തകർ മുൻകൈ എടുത്തുകൊണ്ടാണ് ഇന്ന് ഈ വീടിന് വൈദ്യുതി നൽകുന്നതിനുള്ള നടപടികൾ തുടക്കം കുറിച്ചത്. വൈദ്യുതി എത്തിക്കുന്നതിനുള്ള വയറിംഗ് ജോലികൾ ഉടൻ പൂർത്തിയാവും. വൈദ്യുതി കണക്ഷൻ ഉടൻ ലഭിക്കുമെന്നും കക്കൂസ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനൊപ്പം വീട്ടു നമ്പർ ലഭിക്കുന്നതിനുള്ള നടപടികളുമായിട്ടുണ്ടെന്ന് വോയിസ് ഓഫ് തോയമൽ പ്രവർത്തകർ അറിയിച്ചു. പ്രവീൺ തോയമൽ, മധു, പവിത്രൻ, രാജീവൻ, പുരുഷോത്തമൻ തുടങ്ങിയവർ വയറിംഗ് ജോലികൾക്ക് നേതൃത്വം നൽകി. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് അജാനൂർ പഞ്ചായത്തിൽ സ്കോളർഷിപ്പ് വിതരണം നടന്നു. 133 കുട്ടികൾക്കാണ് പഠന സഹായം ലഭിച്ചത്. അജാനൂർ പഞ്ചായത്തിലെ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് പഠന സഹായമെത്തി. 133 കുട്ടികൾക്കായി 10 ലക്ഷം രൂപയുടെ പഠന സഹായമാണ് എത്തിച്ചത്. പഞ്ചായത്ത് മുഖാന്തരം 5 ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്ത് 2.5 ലക്ഷവും ജില്ലാ പഞ്ചായത്ത് 2.5 ലക്ഷവും പദ്ധതിക്കായി അനുവദിച്ചു. 83 മാനസിക വൈകല്യമുള്ള കുട്ടികൾക്ക് ധനസഹായം ലഭ്യമാക്കാൻ കഴിഞ്ഞതായി പഞ്ചായത്ത് പ്രസിഡന്റ് PP നസീമ ടീച്ചർ പറഞ്ഞു. 5 ലക്ഷം രൂപ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിന് വേണ്ടി വകയിരുത്തുകയും അതിൻ്റെ 25% ബ്ലോക്ക് പഞ്ചായത്തും 25% ജില്ലാ പഞ്ചായത്തും വകയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 10 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് പരിധിയിലെ ഭിന്നശേഷിയുള്ള, അതായത് ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന 133 കുട്ടികൾക്കായിട്ട് ഇന്ന് വിതരണം ചെയ്തത്. ഡിഗ്രി പഠനം നടത്തുന്നവർക്ക് 10,000 രൂപ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PP നസീമ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M പത്മിനി അധ്യക്ഷയായിരുന്നു. ചടങ്ങിൽ വിവിധ വാർഡുകളിലെ അംഗങ്ങളും കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു. മഴക്കാല രോഗങ്ങളെ ചെറുക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി. കിഴക്കുംകര ശാന്തി കലാമന്ദിരത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വരോഗ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് നടന്നു. പകർച്ചവ്യാധികളുടെ നിയന്ത്രണത്തിനും പ്രതിരോധത്തിനും ജനങ്ങളെ സജ്ജരാക്കുന്നതിന്റെ ഭാഗമായാണ് കിഴക്കുംകര ശാന്തി കലാമന്ദിരന്റെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ രോഗപ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ഡ്യൂട്ടി DMO ഡോക്ടർ E മോഹനൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഇനിയും പറയുന്നത് കൂടുതലായി കണ്ടുവരുന്നത്, കാരണം മഴക്കാലത്ത് മാത്രമല്ല വേനൽക്കാലത്ത് നമുക്ക് രോഗങ്ങളെ കിട്ടുന്നുണ്ട്. ഈ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ ഉള്ള കണക്കുകൾ പരിശോധിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകുന്നത് എല്ലാ മാസങ്ങളിലും രോഗങ്ങളുണ്ട്. പക്ഷേ കൂടുതലായിട്ടും വരുന്നത് ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ, സെപ്റ്റംബർ മാസത്തോളം ആദ്യം കുറഞ്ഞ സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുണ്ടാകും. ശാന്തി കലാമന്ദിരം പ്രസിഡന്റ് MV രാഘവൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി K വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞു. JCI പാക്കത്തിന്റെയും മലബാർ ക്യാൻസർ സെന്ററിന്റെയും നേതൃത്വത്തിൽ സൗജന്യ ക്യാൻസർ രോഗ നിർണയ ക്യാമ്പ് നടന്നു. പാക്കം ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ക്യാമ്പ് നടന്നത്. മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ സഹകരണത്തോടെ JCI പാക്കത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്യാൻസർ രോഗ പരിശോധനാ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. ബോധവൽക്കരണ സെമിനാറും നടന്നു. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. JCI പ്രസിഡന്റ് PB കുഞ്ഞിരാമൻ അധ്യക്ഷനായി. വാർഡംഗം ഗംഗ, രാജേഷ് കൂട്ടക്കനി, ഡോക്ടർ രജീഷ് കുമാർ, സുധിൽ, ശ്രീനിഷ്, കൃഷ്ണൻ, സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് ബാങ്ക് അപ്രൈസേഴ്സ് യൂണിയൻ സംസ്ഥാന ശില്പശാല കാഞ്ഞങ്ങാട്ട് നടക്കും. ഞായറാഴ്ച പി സ്മാരക ഹാളിലാണ് പരിപാടി. ബാങ്കുകളിൽ പണയപ്പെടുത്തുന്ന സ്വർണങ്ങളിൽ പോലും പറ്റിക്കപ്പെടുന്ന സാഹചര്യത്തിൽ സ്വർണ്ണ പരിശോധനയിലെ ശാസ്ത്രീയ വശം പരിചയപ്പെടുത്തുന്നതിനായാണ് ബാങ്ക് അപ്രൈസേഴ്സ് യൂണിയൻ ശില്പശാല നടത്തുന്നത്. നിലവിൽ അപ്രൈസർമാർ പരമ്പരാഗത രീതിയിലാണ് പ്രാഥമിക പരിശോധനകൾ നടത്തുന്നത്. ഇവയിലൊന്നും തട്ടിപ്പുകൾ മനസ്സിലാകുന്നില്ല. അതിനാൽ സ്വർണ്ണ പരിശോധനയിലെ ആധുനിക സാങ്കേതിക വിദ്യകളും ശില്പശാലയിൽ പരിചയപ്പെടുത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ ശില്പശാല കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, അപ്രൈസർമാരെ സാറിന് ആക്ടും റൂളും ഇതിനെപ്പറ്റി ബോധവാന്മാരാക്കുക. രണ്ടാമത്, സാധാരണ നമ്മൾ സ്വർണം പരിശോധിക്കുന്ന പാരമ്പര്യ രീതിയിലുള്ള പരിശോധനയാണ്. അതിന് പുറമെ നമ്മളൊരു ശാസ്ത്രീയ രീതിയിലുള്ള സ്വർണ്ണ പരിശോധന ഉദ്ദേശിക്കുന്നു.
ഈ രണ്ട് വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന രണ്ട് വിദഗ്ധരാണ്. കാഞ്ഞങ്ങാട് MLA ഇ ചന്ദ്രശേഖരൻ ശില്പശാല ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സെക്രട്ടറി VP വിനോദൻ അധ്യക്ഷത വഹിക്കും. കാഞ്ഞങ്ങാട് നഗരസഭാധ്യക്ഷ കെ ദിവ്യ മുഖ്യാതിഥിയായിരിക്കും. സഹകരണ ആക്ടും റൂളും അപ്രൈസർമാരുടെ നിയമപരിരക്ഷയും ചുമതലകളും എന്ന വിഷയത്തിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ KM ദിനേശ് ബാബുവും പണയസ്വർണ്ണ മൂല്യനിർണ്ണയവും ശാസ്ത്രീയ പരിശോധനയും എന്ന വിഷയത്തിൽ സഹകരണ ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവി രവീന്ദ്രനാഥും ക്ലാസുകളെടുക്കും. യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി TV കൃഷ്ണകുമാർ, PC പ്രഭാകരൻ, KP കരുണാകരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. വോളിബോളിനെ പൂർവ്വപ്രതാപത്തിലേക്ക് ഉയർത്താൻ വോളിബോൾ അക്കാദമി. വോളിബോളിന്റെ ഈറ്റില്ലമായ കിനാനൂർ ഗ്രാമത്തിൽ കിനാനൂർ റോഡ് ചന്തു ഓഫീസർ ക്ലബ്ബാണ് അക്കാദമി സ്ഥാപിച്ചത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് M അച്യുതൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത് മഹത്തായ ഒരു ദൗത്യമാണ്. കാസർഗോഡിൻ്റെ കായികരംഗം നമ്മുടെ സംസ്ഥാനത്തിന് ആകെ അല്ലെങ്കിൽ രാജ്യത്താകെ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന വലിയൊരു കാര്യത്തിലേക്കാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ചന്തു ഓഫീസർ സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നേരത്തെ പറഞ്ഞതുപോലെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഈ സമ്മർ വെക്കേഷനിൽ 24ഓളം ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, വിവിധ ഗെയിമുകളുണ്ടായിട്ട്. അപ്പോൾ ആ ക്യാമ്പുകളുടെയൊക്കെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ആ ക്യാമ്പിൽ പങ്കെടുക്കുന്ന മിക്ക താരങ്ങളും ആ പ്രാദേശിക തലത്തിലുള്ള കുട്ടികളും അല്ലെങ്കിൽ ആ ക്ലബ്ബുമായി ബന്ധപ്പെട്ട് ആ ക്ലബിലെ കുട്ടികളും ക്ലബിലെ മെമ്പർമാരുടെ കുട്ടികളും മാത്രമേ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരേ ഒരു ക്യാമ്പ് ഈ ചന്തു ഓഫീസർ മെമ്പർ ക്ലബ്ബ് സംഘടിപ്പിച്ചതാണ്. വോളിബോൾ അക്കാദമിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് VV വിജയമോഹനൻ വിശദീകരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് P കരുണാകരൻ അധ്യക്ഷനായി. ക്ലബ്ബ് രജത ജൂബിലി സംഘാടക സമിതി ചെയർമാൻ V കുഞ്ഞിരാമൻ, ജില്ലാ വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറി K ശ്രീനിവാസൻ, കണ്ണൂർ ജില്ലാ വോളിബോൾ അസോസിയേഷൻ പ്രസിഡന്റ് KV ശശിധരൻ, NIS വോളിബോൾ കോച്ച് CV ബാലകൃഷ്ണൻ, PK നാരായണൻ മാസ്റ്റർ, N ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി P ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. മൈക്കാനം ചക്ലിയ കോളനി സമുദായ സമോദാര സംഘടനയുടെ നേതൃത്വത്തിൽ പുസ്തക വിതരണം നടന്നു. കല്യാൺ റോഡ് കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിപാടി നടന്നത്. കല്യാൺ റോഡ് MCSSന്റെ നേതൃത്വത്തിൽ 1 മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് പുസ്തക വിതരണം നടത്തിയത്. കമ്മ്യൂണിറ്റി ഹാൾ നടന്ന പുസ്തക വിതരണം RSS താലൂക്ക് കാര്യവാഹക് പവിത്രൻ നിർവഹിച്ചു. K ബൈജു അധ്യക്ഷനായി. CH നാരായണൻ, MC രാജൻ, അംബിക, MB മനോജ് എന്നിവർ സംസാരിച്ചു. M സുനിൽ സ്വാഗതവും രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു. പെരുതടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നവീകരണ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവം തുടങ്ങി. ഐതിഹ്യ സമ്പന്നമായ പെരുതടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നവീകരണ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. ഹിന്ദുസ്ഥാനി ഭജൻ ഗംഗാ ബേളൂർ തങ്കരാജാൻ പാർട്ടി അവതരിപ്പിച്ചു. കോളിച്ചാൽ മുത്തപ്പൻ മടപ്പുര മാതൃസമിതിയുടെ തിരുവാതിര ശ്രദ്ധേയമായി. രാവിലെ 7:19-നും 9:39-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ മഹാവിഷ്ണുവിന്റെയും ഉപദേവന്മാരുടെയും പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കും. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി VS ശിവകുമാർ ഉദ്ഘാടനം ചെയ്യും. ബ്രഹ്മകലശോത്സവം 31-ന് സമാപിക്കും. 3.5 പതിറ്റാണ്ടുകാലത്തെ പ്രവർത്തന പാരമ്പര്യവുമായി കാഞ്ഞങ്ങാട്ടെത്തിയ റോയൽ ഡെക്കർ സേവന മികവും വിലക്കുറവും കൊണ്ട് ഉപഭോക്താക്കളുടെ മനം കവരുന്നു. ഇന്ത്യയിലെ തന്നെ മുൻനിര കമ്പനികളുടെ ഫർണിച്ചറുകളാണ് റോയൽ ഡെക്കറിലൂടെ വിറ്റഴിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം തുടങ്ങിയ റോയൽ ഡെക്കർ ഫർണിച്ചറുകളുടെ വൈവിധ്യ വിസ്മയങ്ങൾ കൊണ്ടും വിലക്കുറവ് കൊണ്ടുമാണ് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ആളുകളുടെ ആകർഷണ കേന്ദ്രമായി മാറിയത്. റോയൽ ഡെക്കറിന്റെ കാഞ്ഞങ്ങാട്ടെ ഷോറൂമിന് 20,000 സ്ക്വയർ ഫീറ്റിലധികം വിസ്തൃതിയുണ്ട്. ഈ ഷോറൂം ഇന്ന് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമാണെന്ന് ഉടമകൾ അവകാശപ്പെടുന്നു. തങ്ങളുടെ സ്ഥാപനത്തിലെത്തുന്ന ആർക്കും സെലക്ഷന്റെ കുറവ് മൂലമോ വിലക്കൂടുതലിന്റെ പേരിലോ മടങ്ങേണ്ടി വന്നിട്ടില്ലെന്ന് റോയൽ ഡെക്കറിന്റെ മാനേജിംഗ് ഡയറക്ടർ AK അബ്ദുള്ളക്കുട്ടി പറയുന്നു. പയ്യന്നൂരിൽ 10-30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം ഉള്ള ഒരു ടീമാണ് റോയൽ ഡെക്കർ നടത്തിപ്പോകുന്നത്. എല്ലാ ഇനം ഫർണിച്ചറുകളും അറിയപ്പെടുന്ന ബ്രാൻഡുകളായ ഇൻറോയൽ, സുവാരി, പെപ്സ്, പുർലോൺ, അതുപോലെ
ഒരുപാട് ഐറ്റം കമ്പനികളുടെ സാധനങ്ങൾ റോയൽ ഡെക്കറിൽ വളരെ കൃത്യമായ രൂപത്തിൽ എല്ലാ വീടുകളിലേക്കും ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. ഇന്ത്യയിലെ തന്നെ മുൻനിര കമ്പനികളുടെ ഏറ്റവും പുതിയ മോഡലുകളാണ് റോയൽ ഡെക്കറിൽ വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുള്ളത്. ഉത്തരവാദിത്വത്തോടെയും ആത്മാർത്ഥതയോടും കൂടി ഫർണിച്ചറുകൾ വീടുകളിൽ എത്തിച്ചു നൽകുന്ന റോയൽ ഡെക്കർ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ബെഡ്റൂം സെറ്റിംഗ്സ് നടത്തുന്നുവെന്നതും പ്രത്യേകത തന്നെ. ഗുണമേന്മയും ഈടും മുഖമുദ്രയാക്കി മാറ്റിയ റോയൽ ഡെക്കർ കാഞ്ഞങ്ങാട്ട് അതിഞ്ഞാലിലെ ജുമാ മസ്ജിദ് പള്ളിക്ക് സമീപമാണ് പ്രവർത്തിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആരോഗ്യവകുപ്പിൽ പഞ്ചാംഗ് സമ്പ്രദായം നടപ്പിലാക്കണമെന്ന ആവശ്യം കേരള ഹെൽത്ത് സർവീസസ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ സമ്മേളനത്തിന് സമാപനം. നരേന്ദ്രമോദി സർക്കാരിന്റെ 1ാം വാർഷികാഘോഷത്തിന് തുടക്കമായി. ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ആഘോഷ പരിപാടികൾ നടന്നു. തപസ്യ സംസ്ഥാന ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് സമാപനം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മികച്ച ചിത്രം. TKK സ്മാരക പുരസ്കാരം H. ശ്രീധര കമ്മത്തിന്. പുരസ്കാര സമർപ്പണം മന്ത്രി അടൂർ പ്രകാശ് നിർവഹിക്കും. സുഗതകുമാരിക്കെതിരെ വിമർശന ശരവുമായി മാധ്യമപ്രവർത്തകൻ N. മാധവൻകുട്ടി. എഴുത്തുകാർ മതതീവ്രവാദങ്ങൾക്ക് അതീതമായിരിക്കണമെന്നും സുഗതകുമാരി ഹിന്ദു സമ്മേളനത്തിൽ പങ്കെടുത്തത് മലയാളത്തിന് അപമാനമെന്നും മാധവൻകുട്ടി. അരയിക്കടവത്തെ വൃദ്ധ ദമ്പതികൾക്ക് ഇരുട്ടിൽ നിന്നും മോചനം. സഹായഹസ്തമേകിയത് വോയിസ് ഓഫ് തോയമ്മലിന്റെ പ്രവർത്തകർ. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ പഠന സഹായം. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.